പറയട്ടെ നമുക്ക് ഈ മേലാറ്റൂര് ചരക്കടവ് ഭാഗത്ത് പിന്നെ എനിക്ക് നല്ലോണം എൻക്വയറി വരുന്നുണ്ട്. ആയിക്കോട്ടെ, നല്ല വീട് നല്ല വീടുണ്ട്. നമുക്ക് വിലപ്പാകത്തിനുള്ള നമ്മളത്തെ ചെറിയൊരു വീട് വന്നിട്ടുണ്ട്. ആ വീടൊന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ വീടാണ് ഈ കാണുന്ന വീട്. ഇത് ഫുള്ള് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ പഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വീടാണിത്. ഇത് മൊത്തമായിട്ട് 6 സെന്റ് സ്ഥലമാണ്. 1000-ന്റെ മുകളിൽ വീടും കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഉൾവശം കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമുക്ക്. അപ്പൊ ഇതിന്റെ ഉള്ളു കാര്യങ്ങൾ പറഞ്ഞാൽ അടിപൊളിയാണ്. ഫുള്ള് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് 2 റൂമാണുള്ളത്. ഒന്നിന് അറ്റാച്ച് ബാത്റൂമും കാര്യങ്ങളുണ്ട്. ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ വീടാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വാഷ് സ്പേസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 2 കിച്ചണാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നല്ല വലിയ കിച്ചണാണ്, ചെറുതൊന്നല്ല. വലുതുകൊണ്ട് ചെറുതുകൊണ്ട് തന്നെ ഒരു ആലുവടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളിന് ചാരിട്ട് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലത്. അതുപോലെ തന്നെ കോണിപ്പടിന്റെ ഒക്കെ ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുകളിലോട്ട് എടുക്കാനുള്ള സംവിധാനത്തിലാണ് ഈ പെര വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഉച്ചാർക്കാവ് ടൗണിൽ തന്നെ കൂടുതലായി നമ്മൾ ഇതെന്താ വെച്ചാൽ ഉച്ചാരക്കടവ് അങ്ങാടിയിൽ നമ്മുടെ വീട് നിൽക്കുന്നത്. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ വെറും 2 കിലോമീറ്റർ. മേലാറ്റൂർ സ്കൂൾ ടൗൺ ഒക്കെ ഇതിനോട് ബേസ് ചെയ്തിട്ടാണ്. ഉച്ചാരക്കടവ് അങ്ങാടി വെറും 650 മീറ്ററാണ് നമ്മളെ ഈ വീട് നിൽക്കുന്നിടത്തേക്കുള്ളത്. അല്ല, ഇതിപ്പോ ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടും? ലാസ്റ്റ് നമുക്ക് 26 റുപ്യ കൊടുക്കുക സിദ്ദീഖ്. 26 നമുക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഓരോട് ചെയ്ത് കൊടുക്കാം. നമ്മളെ തന്നെ അല്ലേ സുഹൃത്തുക്കൾ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ താഴെ നമ്മൾ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.